LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതേ കഴിഞ്ഞ 10 വർഷത്തിൽ നടന്ന രണ്ടൊരു മേജർ ഇവൻറ്റ്സ്, ഇത് രണ്ട് വലിയ ദുരന്തങ്ങളാണ് പ്രളയവും കോവിഡും എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തും കോവിഡിൻ്റെ സമയത്താണെങ്കിലും എന്നും വൈകുന്നേരം വാർത്താ സമ്മേളനം വയ്ക്കുകയും ഡീറ്റെയിൽസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തരികയും, പിന്നെ മാത്രമല്ല കോവിഡ് ആണെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കേരളത്തിൽ വരാൻ തുടങ്ങിയ ആ സമയത്തൊക്കെ തന്നെ ഒരു ഫോറിനർ ആണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ് ആൾക്ക് ഇവിടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് കോവിഡ് കൈകാര്യം ചെയ്ത ഒരു നാട് നമ്മുടെ കേരളമായിരുന്നു. അതെ, അതായത് വെളിയിലുള്ള രാജ്യങ്ങളിൽ വെളിയിലാണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ്സ് നിരത്തി ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ മരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒരു ഫോറിനറിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്ന് അയാൾ അഭിപ്രായം പറഞ്ഞ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം പ്രധാനമായി ആരോപിക്കുന്നത് ഇതൊക്കെ വെറും PR തള്ളാണെന്നാണ്. ആ അക്യൂസേഷൻസ് ഒക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ലൈഫ് മിഷൻ പദ്ധതി ആണെങ്കിലും എത്ര പേർക്കാണ് വീടുകൾ വെച്ച് കൊടുത്തത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ UDF അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഒരു പാർട്ടിയിൽ ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു ഒരു ടീം സ്പിരിറ്റ്, എല്ലാം ഒരുമിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവരുടെ ഇടയിൽ ഒരു ഒത്തൊരുമയില്ല, എപ്പോഴും വഴക്കാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇവരുടെ ഒരു മെയിൻ മെമ്പറാണ് ശശി തരൂർ എന്ന് പറയുന്നത്, ആൾ പോലും പാർട്ടിക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒത്തൊരുമയില്ലാത്തൊരു പാർട്ടി വരുന്നതിനോട് എനിക്ക് താല്പര്യം. Global education. Be a global citizen.